ഹലോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തെ ഒരു കുട്ടി മിനി വ്ളോഗ്, ഒരു ഡേ ഇൻ ലൈഫ് പോലെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിക്കൂടിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവന് ഭയങ്കര ചുമയൊക്കെ ആയിട്ട് നമ്മൾ അഡ്മിറ്റ് ആക്കിയാണ് കേട്ടോ. അപ്പോൾ ആൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ആളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ആളൊന്ന് ഉറങ്ങിയത്. അപ്പോൾ ആളോട്ട് എഴുന്നേറ്റിട്ടില്ല. ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം അടുത്ത കലാപരിപാടി തുടങ്ങണമെങ്കിൽ. ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വന്നേ പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിക്കുട്ടനെ ആവി പിടിക്കാനായിട്ടോ. അവൻ എന്തിത് സമ്മതിക്കില്ല. വീട്ടിലാണെങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ പറഞ്ഞതിന് ശേഷമാണ് അവൻ ആവി പിടിക്കുള്ളൂ. പക്ഷേ ഇവൻ ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മരുന്ന് കുടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. മരുന്നൊക്കെ അവന് ഇഷ്ടമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമല്ല, അവൻ കുടിച്ചോളും, പറഞ്ഞാൽ നോ പറയാറില്ല. അവൻ കഴിച്ചോളും, വിഷയമില്ല കേട്ടോ. അപ്പോൾ കഴിക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസമുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു സിറപ്പ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ആ അരമണിക്കൂറാണ് ഞാൻ ആവി പിടിക്കാൻ വേണ്ടി ഇവൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ അരമണിക്കൂർ വേണ്ട, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആവി പിടിച്ച് സെറ്റായി കിട്ടും. പക്ഷേ ഇവൻ്റെ അടുത്ത് ഞാൻ ആവി പിടിക്കാൻ ചെല്ലുമ്പോൾ മിക്കവാറും അരമണിക്കൂറല്ല 3/4 മണിക്കൂർ കഴിഞ്ഞാലും ആവി പിടിക്കൽ കഴിയില്ല. ഇടുക്കും പോരും. ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ ഉണ്ടായിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അവന് ഓക്കെ ആയിട്ടുണ്ട്, ഓക്കെ വരുന്നു അവൻ. പക്ഷേ ആവി പിടിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നത്. അപ്പോൾ വിചാരിക്കും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എന്തിനാണ് വീഡിയോസായിട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓൾമോസ്റ്റ് ഞാൻ അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷം മാത്രമല്ലല്ലോ, ദുഃഖകരമായിട്ടുള്ളതും സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ. ഡെയിലി കുഞ്ഞു വ്ളോഗും പറ്റുന്ന പോലെ ഒരു ലെങ്തി വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. പിന്നെ കുറച്ച് കാലമായിട്ട് കണ്ടിന്യൂസ് ചെയ്ത് അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ല കേട്ടോ. എന്നാലും ഞാൻ പറ്റുന്ന പോലെ ഇടാറുണ്ട്. ഇപ്പോൾ ദേ ആവി പിടിച്ച് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൻ്റെ വാതിൽ തുറന്നിട്ടു. നേഴ്സ് അപ്പുറം വന്നിട്ടുണ്ട് കേട്ടോ, വേറെ കുട്ടികൾക്ക് വേണ്ടി ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവളെ കണ്ടു. അപ്പോൾ നമ്പർ ഇഞ്ചക്ഷൻ എടുക്കാൻ ഇപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ആളങ്ങ് ആവി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് പിടിച്ച് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറും കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ടി വി ഒക്കെ കണ്ട് ഞാൻ ചായ കൊടുക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചോളൂ, അതിന് കുറവൊന്നുമില്ല കേട്ടോ. ആൾ കഴിക്കുക, അത് തന്നെ മനസ്സമാധാനമുണ്ട്. ചിലപ്പോൾ ആദ്യമൊന്നും കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ പനി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചുമയാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് അങ്ങ് മാറാതെ നിൽക്കുന്നത് ചെസ്റ്റിൽ. അപ്പോൾ പിന്നെ അത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കും ഹോസ്പിറ്റലൊന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. നമുക്ക് ചെവിക്ക് പണി കിട്ടിയതുകൊണ്ട് നമുക്ക് ഇന്നാണ് കേട്ടോ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ആൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അവൻ കുറച്ച് ടോയ്സൊക്കെ എടുത്ത് അവന് കളിക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേണം എനിക്ക് ചാടാൻ വേണ്ടിയിട്ട്. പിന്നെ ആളെങ്കിൽ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എനിക്ക് വിട്ടു കേട്ടോ. പിന്നെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകും. അയാൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വരുമ്പോൾ ഇതിൽ സർപ്രൈസൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പിന്നെ പൊക്കോളാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോഴേ എൻ്റെ ദൈവമേ ലോകത്തില്ലാത്ത തിരക്ക്. ഞാൻ ക്യൂവിൽ നിന്നപ്പോഴത്തേക്കും അപ്പുറ കൗണ്ടറെ വിളിച്ചു. ഞാൻ ചാടി മുന്നിൽ ചെന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കാർഡൊക്കെ കൊടുത്ത് പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇനി ഡോക്ടറെ കാണാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക. ഡോക്ടറെ കണ്ടു, ഒക്കെ വാങ്ങിച്ച് ഇങ്ങ് പോന്നു. വീട്ടിൽ വന്നപ്പോൾ വീട്ടിലല്ല സോറി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഒരു കുഞ്ഞ് സർപ്രൈസും കൊടുത്തു കേട്ടോ. അവന് ഒരു ക്ലേ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് എന്ത് ചെറിയ സാധനമായാലും പോലും എന്തെങ്കിലും സർപ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആകെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിന് ക്ലേ ആണ് കൊണ്ടുപോയി കൊടുത്തത്. ദൈവമേ കൊടുക്കുന്നുണ്ടായിരുന്നതായി പോയിട്ടോ. അത് മൊത്തം ഞെക്കിപ്പിച്ച് എന്തൊക്കെയോ അവനവിടെ കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ എൻ്റെ അടുത്ത് ഉണ്ടാക്കി തരാനൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അംഗനവാടിയിൽ ക്ലേ ഒക്കെ ഉള്ളതുകൊണ്ട് അവനത് കണ്ടിട്ടൊക്കെ കേട്ടോ അതിനെക്കുറിച്ച് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുവാണ്. നമ്മുടെ കൈ ആകെ നാശമാവും കേട്ടോ. ഇതിനോടത്തൊക്കെ ഹോട്ടലായിരുന്നു പരിപാടി. എന്നിട്ട് തന്നെ ഞാൻ ആദ്യം ചെറിയൊരു കുഞ്ഞ് പീസാണ് എടുത്ത് കൊടുത്തത്. പക്ഷെ അവന് മൊത്തം കണ്ടുകൊണ്ട് അവന് മൊത്തം വേണം കേട്ടോ. എന്നിട്ട് ഞാൻ പിടിച്ച് ഇരുത്തി ഇതേപോലെ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കളേഴ്സായിരുന്നു ഞാൻ കൊണ്ടുവന്നപ്പോൾ. അത് കുറേ കളറുണ്ടായിരുന്നു. എല്ലാം ഉരുട്ടി വന്നപ്പോൾ മൊത്തത്തിൽ ഒരു കളർ അങ്ങോട്ടായി കിട്ടിയിട്ടുണ്ടെന്നു. എല്ലാ കളറുമായിട്ട് വേറെ വ്യത്യസ്തമായിട്ടൊരു കളറിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അടുത്ത് അവനെ കൊണ്ട് ഇരുത്തി ഓരോ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരു അച്ച് പോലെ. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഓരോ രൂപങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാൻ അതൊക്കെ അവന് കാണിച്ചിങ്ങനെ കൊടുക്കുമായിരുന്നേ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കഴിഞ്ഞപ്പോൾ കിച്ചോട്ട് വന്നിട്ടുണ്ട്.
ചേട്ടൻ വന്നപ്പോൾ അവനെന്തോ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. കിച്ചോട് വന്നാലും ചേട്ടൻ വന്നാലൊക്കെ എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ അത്യാവശ്യം കളിപ്പാട്ടം എനിക്ക് തന്നെ ഒരു ബിഡ് ഷോപ്പ് നിറച്ച് എനിക്ക് കൊണ്ടുപോകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവൻ്റെ സാധനങ്ങൾ മാത്രമായിട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ ഒരേ വിശേഷമൊക്കെ കിച്ചോടുത്ത് പറയുന്നുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും പുള്ളി അപ്പം തന്നെ പറയും കേട്ടോ. അപ്പോൾ അമ്മാമ്മ വന്നായിരുന്നു, അച്ഛമ്മ വന്നായിരുന്നു, അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചോട് വന്നപ്പോൾ തന്നെ ഫോണും അതും ഇതൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. ഫോണൊക്കെ കുത്തിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഇഞ്ചക്ഷനൊക്കെ ആകെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അവർ സിസ്റ്റർമാരൊന്നും വരത്തില്ല. ഇനി ഒരു വെളുപ്പിനാണ് വരിക. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നൊലോളി ഉള്ളത്. അതുകൊണ്ട് പിന്നെ നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ആളെ കിടത്തി ഉറക്കണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. വന്നപ്പോൾ തന്നെ കഴിക്കില്ല. കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ ശേഷം ഇനി ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.